അന്തർദേശീയ വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിയുന്നു. 6 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് എണ്ണ. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $70 എന്ന നിരക്കിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. അതേസമയം WTI ക്രൂഡ് വില $67 താഴ്ന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വില ഇത്രയും താഴ്ന്നിരുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. ഇവിടെ നിന്നും എണ്ണയ്ക്കുള്ള ആവശ്യം വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് വില ഇടിയാനുള്ള ഒരു കാരണം. ചൈനയുടെ ഉപഭോക്തൃ പണപ്പെരുപ്പ് നിരക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെയാണ്. 13 മാസത്തിനിടെ ആദ്യമായി 0-ലും താഴേക്കും ഈ നിരക്ക് എത്തി. അതേസമയം എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസ് ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ മുതൽ 1.80 ലക്ഷം ബാരൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ഇത്രയും എണ്ണ കൂടി വിപണിയിൽ എത്തിയാൽ വില വീണ്ടും കുറയാനാണ് സാധ്യത. മാത്രമല്ല, ഇറാഖിൽ നിന്നും കൂടുതലായി എണ്ണ വിപണിയിൽ എത്തുമെന്നാണ് മറ്റൊരു വിവരം. വിപണിയിൽ അസ്ഥിരത നിലനിൽക്കുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലും പറയുന്നത്. എന്നാൽ പലിശ നിരക്ക് തിടുക്കത്തിൽ കുറയ്ക്കില്ല എന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയുടെ വില കുറയ്ക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായിട്ടാണ് സൗദി അറേബ്യ വില കുറയ്ക്കുന്നത്. ക്രൂഡ് വില കുറയുന്നത് ഉൽപാദക രാജ്യങ്ങൾക്ക് നഷ്ടമാണെങ്കിലും ഇന്ത്യക്ക് നേട്ടമാണ്. കാരണം ആവശ്യമുള്ളതിന്റെ 85% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടാൻ തുടങ്ങിയാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയാൻ വഴിയൊരുങ്ങും. 6 മാസത്തിനിടെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് ബ്രെന്റ് ക്രൂഡ് എത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയേണ്ടതുണ്ട്. ഏപ്രിൽ മുതൽ പെട്രോൾ ഡീസൽ വില ഇന്ത്യയിൽ കുറയുമെന്നാണ് അനൌദ്യോഗിക വിവരം. പെട്രോളും ഡീസലും GSTയുടെ പരിധിയിൽ വന്നാൽ വില കുറയാൻ വഴിയൊരുങ്ങും. എന്നാൽ GSTയുടെ പരിധിയിൽ വരില്ലെന്നാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ആഴ്ചകൾക്ക് മുമ്പ് പ്രതികരിച്ചത്. GST പരിധിയിൽ പെട്രോളും ഡീസലും വന്നാൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വില കുറയുമോ എന്ന ചോദ്യത്തിനോടും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. $72 മുതൽ $73 നിരക്കിലാണ് ആഗോള വിപണിയിൽ വില. ഈ വിലയിൽ നിൽക്കുകയോ അതിനേക്കാൾ താഴേക്ക് പോകുകയോ ചെയ്താൽ ഇന്ത്യയിൽ ഇന്ധന വില കുറയുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിലവിൽ മന്ത്രി പ്രതികരിക്കുന്ന സമയത്തേക്കാൾ വില കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പെട്രോൾ ഡീസൽ വില കുറയുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നത്.